കുട്ടികൾ തലശ്ശേരിയിൽ നിന്ന് ബസ് കയറി എന്നാണ് പോലീസുകാർ പറഞ്ഞ്. SI സാറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെങ്ങോട്ടാ പോയെന്ന് പറഞ്ഞിട്ടില്ല? ഇല്ല. നിങ്ങളെന്താ അവരോട് പോകാതിരുന്നേ? എനിക്ക് അവൻ്റെ കൂടെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞതാ പോകണ്ടെന്ന്. ശരി, അകത്ത് പോയിക്കോ. നിങ്ങളുടെ മകൾ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓജോ ബോർഡ് കളിച്ച് പ്രേതം വന്ന് പിന്നെ ഫ്രണ്ട്സായി എന്നൊക്കെയാ പറയുന്നത്. അത് തന്നെയാ സാറാ ഞങ്ങളോടും പറഞ്ഞ്. PC, ഈ വീടിന് ഓണർ വിളിച്ചേ. ശരി സാർ. എന്തായി? ഹലോ, ഞാനാ വീട്ടിൽ തന്നെയാണല്ലേ. ഇനി ബേജാറാകണ്ട, പോലീസുകാരെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്കൊന്നും തിരിയുന്നില്ല. ഓൾറെഡി പോയേ. ഇനി ഇങ്ങനെ കരയല്ല വസന്തേ, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ബാബുവിനെ കൂട്ടി അങ്ങോട്ട് വരട്ടെ. എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. ഇനി വരുമൊന്നും വേണ്ട, ഞാൻ എന്തായാലും ഇവിടെ മോളെയും കൊണ്ടേ പുരക്ക് വരൂ. ഈ വീട്ടിൽ പുറത്ത് നിന്ന് ആരെങ്കിലും വന്നായിരുന്നു നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല സാർ, പുറത്തുനിന്ന് ആരും ഇവിടത്തേക്ക് വരുത്തില്ല. ഈ 3 കുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ സാറേ, ഈ വീട്ടിലെ കുട്ടികൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടേക്ക്. എൻ്റെ അമ്മയും കണ്ടേക്ക് 2-3 പ്രാവശ്യം. നിങ്ങൾ അമ്മേനൊന്ന് വിളിച്ചേ. സാറേ, ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നിങ്ങളെന്താ കണ്ടേ? സാറേ, ആ കാണാണ്ടായ 2 പെൺകുട്ടികൾ ഒറ്റക്ക് സംസാരിക്കുന്നത് ഞാൻ എല്ലപ്പോഴും കാണാനുണ്ട്. ഈ പറമ്പിൽ പണ്ടേ ഗന്ധർവനുണ്ട്, അത് കൂടിയതായിരിക്കും ആ പിള്ളേർക്ക്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ചേച്ചി ഇക്കാലത്ത്? എന്നാ സാറ് പറ, പിള്ളേർ റെഡിയാണല്ലേ? നിങ്ങൾ പോയിക്കോ, ആ കുട്ടി വിളിച്ചു. ശരി സാർ. ഈറ്റുങ്ങൾ അന്വേഷിച്ചാലൊന്ന് പിള്ളേർ കിട്ടുമല്ലോ. ഇനി കാണിച്ചതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വാ. നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആൾക്ക് എത്ര വയസ്സുണ്ടാവും? ഒരു 28-30 വയസ്സുണ്ടാവും സാറേ. സാറേ, ആ സ്കെച്ച് ആർട്ടിസ്റ്റിനെ ഒന്ന് വിളിച്ചാലോ? സാറേ, അത് തന്നെയല്ലേ ഇവർ കണ്ടു എന്നല്ലേ പറയുന്നത്. അവൻ വന്ന് വരക്കട്ടെ. എന്നാ വരാൻ പറ. എന്നെന്തിനാ കെട്ടിയിട്ടെ? കെട്ടയ്ക്ക്. ചിരിക്കുന്നേ. സാത്താൻ നിന്നെ സ്വീകരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ തുറക്കും. എന്തൊക്കെയാ അലീനെ പറയുന്നേ? നിന്നെ സാത്താന് കാഴ്ച വെക്കാൻ പോകുകയാ. അലി, നമുക്ക് പോവാ. എനിക്ക് പേടിയാവുന്നുണ്ട്. പോവാ അലി. എങ്ങോട്ട് പോവാൻ? വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു നിനക്കു വേണ്ടി. അഷ്ടപൗർണമിയിൽ നക്ഷത്ര സംഗമത്തിൽ ജനനം അപൂർവം. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഞങ്ങൾക്ക് തരാൻ പോകുന്നത് മറ്റാർക്കും കിട്ടാത്തൊരു അദൃശ്യ ശക്തിയാണ്. സൂപ്പർ പവർ. അലി, ഇനി എന്തൊക്കെയാ പറയുന്ന അലി? നമുക്ക് പോവാ വീട്ടില്. അലി, അലി പോവാടി. അലി പോവാ പ്ലീസ്. ആ സാറേ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ ഓക്കെ സാറേ. സാറേ, അലീനയുടെ അമ്മയാണ്, ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആ ഹലോ സാറേ, എൻ്റെ മോളെവിടെ? കുട്ടി മിസ്സിംഗ് ആണ് മാഡം. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സാറേ, അലീന എൻ്റെ അച്ഛൻ്റെ ആൾക്കാർക്ക് സാത്താൻ സേവയുണ്ട്. എനക്ക് ഉറപ്പാ അവരായിരിക്കും എൻ്റെ മോളെ അപായപ്പെടുത്തിയത്. ശരി, ഞങ്ങൾ അന്വേഷിക്കാം. ഹലോ ഹലോ, മുകളിൽ നിന്ന് പ്രഷറുണ്ട്. ആ ചിത്രയുടെ അച്ഛൻ മന്ത്രിയെ കൊണ്ട് വിളിച്ചിട്ടുണ്ട്. ആ അലീനയുടെ ലോക്കൽ ഗാർഡിനെ വിളിച്ചു. ശരി സാർ. മത്തായി, ആ സാറേ, നിങ്ങൾ അലീനയുടെ ആരാ? ഞാൻ അലീനയുടെ അച്ഛൻ്റെ അനുജനാണ്. അലീന അവസാനമായിട്ട് എപ്പോൾ നിങ്ങൾ വിളിച്ചത്? 2 ദിവസം മുമ്പേ വിളിച്ചിരുന്നു സാർ. അന്നെന്താ സംസാരിച്ചത്?
വീട്ടുകാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചോദിച്ചത്. അലീനയുടെ അച്ഛനും അമ്മയും എങ്ങനെ? അവർ ഡിവോഴ്സാണ് സാർ, ഓസ്ട്രേലിയയിൽ സെറ്റിലാണ്. അലീനയുടെ അമ്മ വിളിച്ചിരുന്നു. നിങ്ങൾക്കെന്താ സാത്താൻ സേവയുണ്ടോ? സാറേ, ആ പെണ്ണും പിള്ളക്ക് ഭ്രാന്താണ്. അതുകൊണ്ടാണ് എൻ്റെ അനുജൻ അവരെ ഒഴിവാക്കിയത്. ശരി, അപ്പോൾ നിങ്ങൾ പോയിക്കോ. സാറേ, ഈ കേസിൻ്റെ അന്വേഷണം എവിടം വരെ ആയി? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ശരി സാർ. സാറേ, അവർ കണ്ടിട്ടൊരു വശപ്പശക ഉണ്ടല്ലോ. സതീശ, ഇയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. ശരി സാർ. 3 വീടിയ കുട്ടികൾക്ക് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നോട് പറയാതെ അലീന എവിടെയും പോകാറില്ല. ഞാൻ ശരിക്കും കണ്ടുക്ക മോളെ. ആന്ന്, ഓനെ കണ്ടാൽ തന്നെ പേടിയാവും. ഓൻ്റെ കണ്ണെല്ലാം നീല നിറ. ഉയ് നീരിയാ, എന്നാ ഗന്ധർവം തന്നെയാ. ഉയ് ജാനു എടുത്തി, ഇനി പോലിക്ക് എന്തെങ്കിലും പറ്റുവാ? ഗന്ധർമാർ കന്യകായ പെൺകുട്ടികളൊന്നും ചെയ്യില്ല, നേകിക്കുള്ളൂ. എന്ന് വെച്ചാൽ വശീകരിച്ച് ഓല കാര്യം നടത്തും. പിന്നെ മോളെ, ഈ പോലീസുകാർ കൊണ്ട് ഒന്നും നടക്കുകയില്ല. അതിൽ നല്ല മന്ത്രവാദിൻ്റെ എത്താറ്റം പോകുന്നതാണ്. അലീനക്കും ചിത്രക്കും എന്തെങ്കിലും അഫയർ ഉണ്ടോ? എൻ്റെ അറിവിൽ 2 പേർക്ക് അഫയർസ് ഒന്നുമില്ല സാറേ. അലീന എങ്ങനെയാണ്? ഡെയിലി വീട്ടിൽ വിളിക്കാറുണ്ടോ? അലീന അങ്ങനെയൊന്നും വിളിക്കാറില്ല സാറേ. അവളെ അച്ഛനമ്മ ഡിവോഴ്സാ. ചിത്രയോ? ചിത്ര ഡെയിലി വീട്ടിൽ വിളിക്കാറുണ്ട് സാറേ. കണ്ണിങ്ങനല്ലേ? കണ്ണ് കുറച്ചുകൂടി ബ്ലൂ. മൂക്ക് ഇതേപോലെ കണ്ണിൻ്റെ അടുത്തൊരു ആക്സിഡൻറ്റ്. താടിയെല്ലാം ഏകദേശം കറക്റ്റാണ്. താടി ലേശം ഏകദേശം ഇതന്നെയുള്ള ആള്. യെസ്, ഇതന്നെ ഓൻ്റെ ഏകദേശം രൂപം. സാറേ, വേണ്ടിയിട്ടുണ്ട്. സാറേ, ആ അലീനയുടെ അച്ഛൻ്റെ ഫാമിലിയെ കുറിച്ച് അന്വേഷിച്ചു. സാത്താൻ സേവ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാറേ, സ്കെച്ച് റെഡി ആയിട്ടുണ്ട്. മിലൻ ജോസഫ്. സാറേ, സാറിന് ഇവനെ അറിയാമോ? താൻ വൈത്തിരി കൊലക്കേസ് ഇട്ടുണ്ടോ? ആ, ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്നതല്ലേ? ആ പ്രതി ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ. അന്ന് ലോക്കൽ പോലീസിൽ കേസ് അന്വേഷിക്കാൻ ഞാനുണ്ടായിരുന്നു. ജോസഫും ഭാര്യയും ഒരു മകളുമാണെന്ന് കൊല്ലപ്പെട്ടത്. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന ജോസഫിന് ശത്രുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് എത്താൻ എളുപ്പമായിരുന്നില്ല. പക്ഷേ കേസിൻ്റെ ചാർജുള്ള DYSP സാറിനെ ചില സംശയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പ്രതിയെ കണ്ടെത്തി. എന്നതാടി നീ ഇനി ഒരുങ്ങിയില്ലേ? ആ വരാന്നേ. എടി 11 മണിക്കാ മനസമ്മതം. എല്ലാരും എത്തിക്കാണും. നീ ഒന്ന് പെട്ടെന്ന് വാ. ആരാണ്ട് ബെല്ലടിക്കുന്നല്ലോ. എടാവുമേ, നീ എത്തിയോ? ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കയറി വരുമ്പോ ഒന്ന് വിളിച്ചിട്ട് വേണ്ടടാ വരാൻ. ലിസി എൻ്റെ കൂടെ പഠിച്ചല്ലപ്പാ. എനിക്ക് നാളെ തന്നെ തിരിച്ചു വേണം. മമ്മി അനുസരിച്ച് എന്തിയേ? അവര് ഡ്രസ് ചെയ്തോണ്ടിരിക്കുവാ. മമ്മി,
അച്ഛൻ്റെ ജുബേമ്മയുടെ കലമരക്കകത്തായിരിക്കും. അതെടുത്ത് മോളെ എന്നതാ സ്വന്തം അച്ഛനെയും അമ്മേനെയും പെങ്ങളെയും പകരുതി മണിക്കൂറുകൾക്കകം അവൻ ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞു. എന്തിനാ സാറേ അവൻ സ്വന്തം അച്ഛനെ അമ്മേനെ പെങ്ങളെയും കൊണ്ടു? ഈ ഭൂമിയിൽ ദൈവത്തെ മാത്രമല്ല പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്. സ്വന്തം രക്തത്തിലുള്ളവരെ കൊന്നാൽ സൂപ്പർ പവർ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ. എന്നിട്ടെന്താ സാറേ അവനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 വർഷം മുമ്പ് കേരളത്തിലെത്തിയെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ ബേജാറാണ്ട, പോലീസ് അന്വേഷിക്കുന്നില്ലേ, മോളെന്തായാലും കിട്ടും. ഒന്നാ ഞാക്കുള്ളൂ. എഞ്ചിനീയറിങ്ങിന് പഠിക്കണമെന്ന് ഓളെ വാശിയായിരുന്നു. ഇഷ്ടം എൻ്റെ പറഞ്ഞു വെച്ച ഒന്നല്ല. ഹലോ. എടി എന്തായി ഐറ്റങ്ങളെ കിട്ടിക്കാ? ഇല്ല, പോലീസുകാരെല്ലാം ഇവിടെ. എടി ഞാനങ്ങോട്ട് വരണോ? വേണ്ടടാ, പോലീസുകാരെല്ലാം ചോദിച്ചിക്കേ ഇങ്ങോട്ട് ആരെങ്കിലും വരുത്തുണ്ടോന്നല്ലോ. എനിക്ക് പേടിയാകുന്നുണ്ട്. CCTV എല്ലാം നോക്കിയാൽ. അതിന് നിങ്ങൾ നിൽക്കുന്ന വീട്ടിൽ CCTV ഇല്ലല്ലോ. എടാ, ഇവിടെയല്ലേ ഇല്ലാത്തുള്ളൂ, അപ്പുറത്തെ വീട്ടിലല്ലേ ഇല്ലേ. ഉയ്യേ, ഞാനെന്നാ കുറച്ച് ദിവസം മാറിയിരിക്കുന്ന. എന്നാ ശരിയേ. ഹലോ ഹലോ, കട്ടാക്കിയ. ഹലോ. അല്ല സാറേ, ഇന്നും കുറേ പോവേണ്ട? കുറച്ചുകൂടി പോകാനുണ്ട്. ലൊക്കേഷൻ ഇടയ്ക്കിടെ കട്ടാകുന്നുണ്ട്. ഹലോ ഭാസ്കര, ഞാൻ ആരോഹിയുടെ അച്ഛനാണേ. ആ പറയൂ, കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ? കുട്ടികളുടെ സ്ഥലം കണ്ടെത്തി. ദൈവമേ, എവിടെയാ ഉള്ളത്? ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോന്നാ. നിങ്ങൾ വരുന്നുണ്ടോ? എന്നാ ഇപ്പം ഞാൻ അങ്ങോട്ട് വരാം. എന്താ സാറേ? ഇവിടം വരെയാ ലൊക്കേഷൻ കാണിക്കുന്നുള്ളൂ. സാറേ, മഴയല്ല, എന്താ ചെയ്യാ? മഴ ചോർന്നിട്ട് അങ്ങോട്ട് പോവാം. സാറേ, ഇത് തന്നെയല്ലേ ലൊക്കേഷൻ? സൈബർ സെൽ മാച്ച് ലൊക്കേഷൻ നോക്കുമ്പോൾ ഇത് തന്നെ.
സാറേ ബേക്കിലെ ഡോർ അടച്ചിട്ടാണല്ലേ, ഉള്ളിൽ ആരൊക്കെയോ ഉണ്ട്. ചവിട്ടി പൊളിക്കടോ. ചവിട്ടി പൊളിക്കടോ. വസന്തേ, നമ്മളെ മോളെ കിട്ടീനു, പേടിക്കാനൊന്നുമില്ല. നിങ്ങളൊന്ന് വേഗം ബാനക്കോടെ കാണാനായിട്ട്. പോലീസുകാർക്ക് ചില ഫോർമാലിറ്റീസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഓളെയും കുട്ടിയാണെങ്കിൽ അടങ്ങി നിക്കടാ, അടങ്ങി നിക്കടാ ഇവിടെ. വർഷങ്ങളായിട്ടുള്ള വൈദ്യുതി കൊലക്കേസ് ഇത് തെളിഞ്ഞിരിക്കുകയാണ്. അടങ്ങി നിക്കടാ. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആലൻ ജോസാണ് നമ്മൾ പ്രതിയായി കണ്ടുവരുന്ന ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട്. അടങ്ങി നിക്ക്. ഇങ്ങോട്ട് വാടാ. ഒക്കെ നമുക്ക് സ്റ്റേഷനിൽ വെച്ചിട്ട് പറയാം. നോക്കി പഠിക്കാൻ വന്നാൽ പഠിച്ചോളാം. നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി ഇങ്ങനത്തെ ഒന്നും കൊണ്ടാലും ഇതിന്റെ പഠിത്തം ഞാൻ നിർത്തും, പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് പുതിയ വീടാ, വീടായിട്ട് പ്രേത ശല്യമൊന്നുമില്ല. ഞാൻ ഇടക്കിടക്ക് വന്നു നോക്കൂ. അത്തയച്ച എന്നാ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് വൈകുന്നേരം 4 മണിക്കാണ് ട്രെയിൻ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകും. അപ്പൊ ശരി, ഉണ്ടാക്കാം. മോളെ അലീനെ, ഒന്ന് നീ ഇങ്ങോട്ട് വന്നേ. എന്നാ ഞാൻ വരട്ടെ മക്കളെ, എന്നാ ശരി. എല്ലാം ഓക്കെ അല്ലേ മോളെ? പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ എൻ്റെ ഇത്രയും നാളത്തെ പരിശ്രമങ്ങളൊക്കെ വെറുതെ ആവും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. എത്രയും പെട്ടെന്ന് പരകായ പ്രവേശനം ചെയ്യണം. എങ്ങനെ? അഷ്ടപൗർണമിയിൽ നക്ഷത്ര സംഗമത്തിൽ ജനിച്ച പെൺകുട്ടിയെ സാത്താന് ബലി കൊടുക്കണം. നിന്റെ ആത്മാവ് അവളുടെ ശരീരത്തിലും അവളുടെ ആത്മാവ് നിന്റെ ശരീരത്തിലും കയറി പറ്റണം. പിന്നെ നിന്റെ ശരീരം അവൾക്കും അവളുടെ ശരീരം നിനക്കും സ്വന്തം. ഇത് ശരിയാവില്ല, നിന്റെ ശരീരം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അലീന, അലീന, ഞാൻ എൻ്റെ രക്തബന്ധങ്ങളൊക്കെ കീറി മുറിച്ചത് ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല, സൂപ്പർ പവറിന് വേണ്ടിയാ. എന്നാലും നീ മറ്റൊരാളുടെ ശരീരം സ്വീകരിക്കാന്ന് പറയുമ്പോൾ അതെനിക്ക് ആലോചിക്കാനും കൂടെ കഴിയില്ല. നിനക്കിഷ്ടമുള്ള ഒരാളുടെ ശരീരം മാത്രമേ ഞാൻ സ്വീകരിക്കും. ആദ്യം അതിന് പറ്റിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ നമുക്ക് കണ്ടെത്തണം. എടി ഇഞ്ഞെന്തിനാടാ വന്നേരം തൊട്ടിട്ട് പെമ്പിളാറെ പോലെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? ജയിലിൽ ആദ്യമായിട്ട് ഇഞ്ഞി? ഞാൻ പെണ്ണ് തന്നെയാ, എനിക്കെന്താ? എനിക്കെന്നെ എവിടെ കണ്ട പരിചയം തോന്നുന്നുണ്ട? ഇല്ല. ഈ ഡ്രഗ്സ് കടത്തിയതല്ലേ? ന്യൂസിലെല്ലാം വന്നിക്കല്ലേ? ഞാൻ ആ പെണ്ണ് കാണാൻ പോയ ആ ഫാമിലി മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അമ്മ പറഞ്ഞതാ. ഞാൻ ലാസ്റ്റ് കോട്ടയിൽ ഒരു പെണ്ണ് കാണാൻ പോയിക്കേനു. ഓക്ക് എന്നെ ഇഷ്ടമായിക്ക്. പക്ഷേ പണ്ടാരടങ്ങി അന്ന് തന്നെ പോലീസ് അപ്പൊ നിന്നെ തീരെ ഇഷ്ടാക്കില്ല. ഒന്ന് പോടാർന്ന്. ഓടെ കണ്ണ് കണ്ടാലറിയാം ഓക്ക് എന്നെ ഇഷ്ടമായി. അലീനയോ ചിത്രയുമില്ലേ കിസ്സടിക്കുന്ന? കിസ്സടിക്കുന്ന ഒരു ലസാകുവാ? ലസാകുവാ? അതെന്നാ? എടി പെണ്ണും പെണ്ണും തമ്മിലുള്ള അതായി ലസാകു.
അത് ലെസ്ബിയനാ കുഞ്ഞാ. എന്തായാലും എന്താ സംഗതി ഒന്നും തന്നെ നടക്കുന്നത്.